നമ്മുടെ ലാസ്റ്റ് സ്കാനിങ്ങിൽ അഞ്ജലിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ പ്ലാസന്റയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ബ്രീച്ചാണ്, അതായത് പ്രസന്റേഷൻ കാണിക്കുന്ന ബ്രീച്ച് ആന്റീരിയർ പ്ലാസന്റയാണ്. ഡോക്ടർ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ? അതായത് നമ്മൾ പറയുവാണെങ്കിൽ കുട്ടി തല തിരിഞ്ഞാണ് ഇപ്പോൾ കിടക്കുന്നത്. തിരിഞ്ഞു വരും, അത് നോർമലി ഉള്ള ഒരു സംഭവമാണ്. നമുക്കപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടും തിരിഞ്ഞു വന്നില്ലെങ്കിൽ മേ ബി നോർമൽ ഡെലിവറി കിട്ടില്ല. അപ്പൊ സിസേറിയൻ ചെയ്യേണ്ടി വരുമോ? സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും. ഈ കൊച്ചു തല തിരിഞ്ഞു വരാൻ വേണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ചായിട്ട് എന്തെങ്കിലും ചെയ്യണോ? ഇങ്ങനെ ഓടോ ചാടോ അല്ലെങ്കിൽ ഇങ്ങനെ തല കുത്തി നിന്നുള്ള യോഗയോ അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് എന്തെങ്കിലും ചെയ്യണോ? തൻ്റെ ഇപ്പോഴത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഈ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ഈ പ്രസവിക്കണ സമയത്ത്, ഈ നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഈ ഭയങ്കര വേദന ഒന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കൂലേ? മറ്റേ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കൂലേ? എടോ, എപ്പിഡ്യൂറലിന്റെ കാര്യമൊക്കെ അത് സെക്കൻഡറി ആണ്. നമുക്ക് എന്തായാലും വേദന ഇല്ലാതെ, കംപ്ലീറ്റ് വേദന ഇല്ലാതെ പ്രസവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് കുറച്ച് പെയിൻ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അപ്പോൾ നോക്കാവുന്ന ഓപ്ഷനാണ്. ഇപ്പൊ 8ാം മാസമല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. ഹസ്ബൻഡ് ഒന്ന് സംസാരിച്ചാൽ മതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു 2 weeks കഴിഞ്ഞു ആയോ, നമുക്കപ്പോൾ കാര്യങ്ങൾ പറയാം. ശരി. ഓക്കെ, വാ വാ വാ, ഇരിക്കെ. എനിക്ക് ആകെയുള്ള 2 സെലിബ്രിറ്റീസ് ആണ്, യൂട്യൂബേഴ്സ് ആണ് അല്ലേ. എന്താ ചോദിക്കാനുള്ളേ? ചോദിച്ചോളൂ. ഈ വരുന്ന 28ന് ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, മം ടു ബി പോലത്തെ ഒരു ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഈ പുറത്തൊക്കെ ചെയ്യുന്ന പോലെ ജെൻഡർ റിവീലും കൂടി അതിൻ്റെ കൂടെ ചെയ്യാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളോട് ഇത്ര ഫ്രണ്ട്ലി ആയ സ്ഥിതിക്ക് കുട്ടിയുടെ ജെൻഡറും കൂടെ ഒന്ന് റിവീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ത് ബന്ധത്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് ജെൻഡർ റിവീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സത്യത്തിൽ. ഇനി എന്താ വേറെ? ഞങ്ങളിപ്പോ എല്ലാ സബ്സ്ക്രൈബേഴ്സോടും കൂടി റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് ഈ ലേബർ റൂമിൽ ഒരു ലൈവ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ ലൈവ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ലേബർ റൂമിൽ ലൈവ് ഇങ്ങനെ ഒരു കാര്യമൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അല്പം കോമൺ സെൻസും കൂടി അതിനകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ബേബീനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേഗം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് 17ാം തീയതി വന്ന് കണ്ടു. ശരി, ഓക്കെ. എന്താ ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ലാസ്റ്റ് ഷുഗർ ടെസ്റ്റിനകത്ത് നല്ല ഹൈ ഷുഗർ ആണ് ആൾക്ക്. നല്ല രീതിക്ക് ഷുഗർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പോരാനായിട്ട് കൊളസ്ട്രോള്, HB കൗണ്ട് ലോ ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണ രീതി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെലിവറി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അത് പിന്നെ ഡോക്ടറെ എല്ലാ ദിവസവും വീട്ടിൽ കോഴി ബിരിയാണിയാണ്. പിന്നെ ഞാനായിരുന്നു എൻ്റെ വയറുകാടില് ഉപ്പാപ്പയും മൂത്തുമ്മയും വല്യമ്മയും പിന്നെ ഇതിന്റെ കാക്കമാരും വാപ്പയും ഉമ്മയും എല്ലാവരോടും കൂടി എന്തോരു സാധനങ്ങൾ അങ്ങോട്ട് തന്നെയെന്ന് അറിയോ? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ഈ നോൺ വെജ് ഒക്കെ ഇങ്ങനെ ഒത്തിരി കഴിക്കുന്നത് കൊണ്ടാണ് തന്റെ കൊളസ്ട്രോൾ ലെവൽ ഇത്ര ഹൈ ആയിട്ട് നിൽക്കുന്നത്. മനസ്സുകൊണ്ട് കഴിക്കണമെന്നുണ്ട്. പിന്നെ അവർക്ക് സങ്കടമായാലോ, അവരെനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ കൊണ്ടുവരണത്. ഡെയിലി വന്ന് ഓരോ ഇൻസുലിൻ അങ്ങ് എടുത്തോ. ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടറെ, ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്തോളാം. പിന്നെ നെക്സ്റ്റ് വീക്കില് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിക്ക് മുന്നായിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് നിങ്ങൾ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വരണം. അയ്യോ, ഹസ്ബൻഡിനെ കൂട്ടി വരാൻ പറ്റൂല, ഇക്കാക്ക് ദുബായിലാണ്, ഇക്കാക്കിന്റെ ഡെലിവറി ആയിട്ട് വരുള്ളൂ. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോവും. ഇപ്പൊ കൊച്ചിനെ കണ്ട് പോയി കഴിഞ്ഞാ ഇനി അടുത്ത കൊച്ചിനെ മൂപ്പർക്ക് വേണമെന്ന് തോന്നുമ്പോ തിരിച്ചു വരും. എത്ര വയസ്സായിപ്പോ? 36 വയസ്സായിപ്പോ ഓൾറെഡി. ഇനിയിപ്പോ അടുത്ത കുട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഹെൽത്ത് കണ്ടീഷൻ ഫുൾ ഒന്ന് ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മതി എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. ഇവരുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെയാണ്. ഇവര് 8 മക്കളാ. അപ്പൊ ആ ഒരു സ്നേഹം ഐക്കൊക്കെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾക്കും മിനിമം ഒരു 9 മക്കള് 10 മക്കളൊക്കെ വേണമെന്നാണ് ഇക്കാന്റെ നിർബന്ധം. അതിന് വേണ്ടിയാണ് എൻ്റെ ഇക്ക അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തന്നെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ HB ലെവല്, കൊളസ്ട്രോള്, ഷുഗർ 3ഉം കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുമായിട്ട് എന്നെ വന്ന് കാണാം. അടുത്ത പ്രാവശ്യം ഞാൻ എല്ലാം നോർമലാക്കി കൊണ്ടുവരാം. ഓക്കെ. എനിക്ക് പറ്റണില്ല ഡോക്ടറെ, എനിക്ക് നിൽക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്തോ ചെയ്തോ? ഈ 2 ദിവസമായിട്ട് ഭയങ്കര ഛർദി, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല.
പച്ചവെള്ളം പോലും കഴിക്കാൻ പറ്റില്ല. ഛർദിച്ച് കുടൽ വരെ പുറത്തു വന്ന് മൊത്തം തൊണ്ടയൊക്കെ പൊട്ടി ചോരൊക്കെ വരെ ഡോക്ടറെ. രാവിലെ എന്താ കഴിച്ചേ? ഇന്ന് രാവിലെ ചിക്കൻ ബർഗർ കഴിച്ചു. അത് മുഴുവൻ ഛർദിച്ചോ? ബർഗർ മൊത്തം ഛർദിച്ചു. അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല? 2 മുട്ട പപ്സും പിന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ 2 പച്ചലേസും കഴിച്ചു. പച്ചലേസോ? ഭയങ്കര ഛർദിയ ഡോക്ടർ. എന്തെങ്കിലും ചെയ്യ്. ഡ്രിപ്പിട്. ലാസ്റ്റ് ഈ ഛർദി തുടങ്ങിയപ്പോ അന്ന് രാത്രി എന്നാ കഴിച്ചേ? മന്തി. എന്താ? കുഴിമന്തി. ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ മന്തി വേണ്ട, ഇനിയിപ്പോ ചമ്മന്തി മതി. ഇപ്പൊ ആള് കുറച്ച് വീക്കാണ്. ഞാൻ അഡ്മിഷനുള്ളത് എഴുതാം. അഡ്മിറ്റ് ആക്കിക്കോ. സിസ്റ്റർ ഇവരുടെ അഡ്മിഷന്റെ കാര്യം ഒന്ന് നോക്കിയേക്ക്. എന്താ ഡോക്ടർ? സ്കാൻ. ലക്ഷ്മിയുടെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ മാറിയില്ലേ? ഇല്ല, ഇപ്പോ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഇല്ല. ഡോക്ടർ, ആ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിക്കേ. കൊച്ചിന് വല്ല വളർച്ച കുറവോ വല്ല വെയിറ്റ് കുറവോ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഇത് ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ അമ്മയാണല്ലേ? ആ അതെ. എങ്ങനെ മനസ്സിലായി? അതാ ചോദ്യം കേട്ടപ്പോ മനസ്സിലായി. അമ്മ പേടിക്കാനൊന്നുമില്ല, സ്കാനിങ്ങിലൊക്കെ എല്ലാം ഓക്കെയാണ്, എല്ലാം നോർമലാണ്. 5 മാസത്തെ പെണ്ണിന്റെ വയറിരിക്കുന്നതാണോ ഈ കാണുന്നേ? അത് അപ്പുറത്തെ വീട്ടിലെ പ്രമീളയുടെ മരുമോള്. അവളിപ്പോ 5-ാം മാസത്തിൽ അവളെ കണ്ടതിന് 9-ാം മാസം എന്ന് പറയുന്നത്. കൊച്ചിന് എന്തെങ്കിലും വളർച്ച ഉണ്ടാവില്ലോ, നോക്കിക്കോ. ലക്ഷ്മിയുടെ ഹസ്ബൻഡ് എന്നാ വരുന്നേ? ഏട്ടന് ഇനി ഡെലിവറിയുടെ സമയമാകുമ്പോഴേ വരാൻ പറ്റുള്ളൂ. അപ്പോ ലാസ്റ്റ് മന്തൊക്കെ ആകുമ്പോ വീട്ടിലോട്ട് പോകുന്നില്ലേ? ഓ, ആര് വരുമെന്ന് വിചാരിച്ചിട്ടാ? ഉള്ള വീട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കാരെയും ഒക്കെ വെറുപ്പിച്ചിട്ട് എൻ്റെ മോൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന അവള്. എൻ്റെ മോൻ പാവം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കണത് മൊത്തം തിന്നും കുടിച്ചും ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് അടക്കം അവൻ മേടിച്ചു കൊടുത്തേക്കുന്ന. അപ്പോൾ ഒരാതിന് ഹോസ്പിറ്റൽ ബില്ല്. ഒരു കാര്യം ചെയ്യും. എന്താ ഡോക്ടറെ? കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്തേക്ക് നിൽക്കും. എനിക്ക് ലക്ഷ്മിനെ കുറിച്ച് ചെക്കപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ പുറത്തുണ്ടാവും. തൻ്റെ ഈ ഒരു സമയത്ത് ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബേബിനെ അഫക്റ്റ് ചെയ്യുന്നത്. എൻ്റെ അച്ഛനും അമ്മേനെ വെറുപ്പിച്ചിട്ട് ഞാൻ ഏട്ടനോടെ വന്നതാ. അത് വേണ്ടിയില്ലായിരുന്നു പിന്നെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ ഞാൻ വേദനിപ്പിച്ചതിനൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. താനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നതിനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രം ഞാൻ അതൊക്കെ സഹിക്കുന്നു. തനിക്ക് തന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടില്ലേ? ഏട്ടൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്. ബോൾഡ് ആയിട്ടിരിക്കണം. ഓക്കെ, മനസ്സിനെ വിഷമിപ്പിക്കരുത്. അത് കുട്ടീനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കാൻ. നല്ലപോലെ ഭക്ഷണം കഴിക്കാം. പറയൂ, എന്താ നിങ്ങളുടെ പ്രോബ്ലം? ഡോക്ടർ, ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആണ്. ഞങ്ങളൊരു 2 years ആയിട്ട് ലിവിങ് ടു ദ റിലേഷൻഷിപ്പിൽ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഞങ്ങൾ കണ്ടിരിക്കും സോഷ്യൽ മീഡിയസിലൊക്കെ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആണ് അല്ലേ ബേബി? ഓക്കെ. ഡോക്ടർ, ഞങ്ങൾ ലാസ്റ്റ് മന്തിൽ കൊടൈക്കനാൽ ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ആണെന്ന് തോന്നുന്നു ഞാനൊന്ന് പ്രഗ്നൻ്റ് ആയി. കൺഗ്രാറ്റുലേഷൻസ്. ബട്ട് ഡോക്ടർ, ഇത് ആക്സിഡൻ്റലി നടന്നൊരു കാര്യമാണ്. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ബേബിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 വൈബല്ലത്. നിങ്ങളെന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വി നീഡ് ആൻ അബോർഷൻ. പ്രാർത്ഥനയും വഴിപാടും ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പാരൻസ് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ലൈഫിനെ കൊന്നു കളയുന്നതിനെ കുറിച്ചിട്ട് ഒരു ജീവനാണത്. ഇങ്ങനെയുള്ള കുറെ ഉപദേശമൊക്കെ ഞങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞാണ് ഡോക്ടർ. സോ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക. അതായത് ഞങ്ങളെപ്പോലുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിന് ഇപ്പോൾ അങ്ങനെ ഒരു പാരൻറ്റിങ്, ഒരു പ്രഗ്നൻസി, ഡെലിവറി, പാമ്പേഴ്സ്, ഈ ഒരു വേർഡ്സ് ഒന്നും പറ്റില്ല. ഫുൾ ചില്ലൗട്ടായി വൈബായി ഫുൾ മൂവി എന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ഇത്ര ചെറുപ്പത്തിലെ തന്തവൈബും തള്ളവൈബും ഒന്നും പിടിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ വളർച്ചക്കുറവോ അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സീരിയസ് സിറ്റുവേഷൻ വന്നാൽ, ബ്ലീഡിങ് പോലുള്ള സീരിയസ് സിറ്റുവേഷൻസ് വന്നാൽ മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് അബോർഷൻ എന്ന് പറയുന്നത്. അതാണ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു അബോർഷൻ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളിവിടെ. ഞങ്ങൾക്കില്ലാത്ത സിമ്പതി എന്തിനാണ് ഡോക്ടർക്ക് ഞങ്ങളുടെ കാര്യത്തിലുള്ളത്? ഡോക്ടർക്ക് ഇപ്പൊ അബോർഷൻ ചെയ്യാൻ പറ്റൂല്ലോ. സോ എനിക്ക് ഇതിന് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൺസൾട്ട് ചെയ്യുകയോ ചെയ്യാം. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ബേബി, ഇതൊന്നും സെറ്റ് ആവുന്ന കാര്യമല്ല. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് നോക്കാം. ഇനി നിങ്ങളോട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരുടെ പേരിലും എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ.
ചുമ്മാ ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ കുറച്ച് ന്യൂജൻ പിള്ളേര് അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു. ഇവിടെ മക്കളില്ലാത്ത കാരണം ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുള്ള സ്ഥലം. സിസ്റ്റർ, ഇനി എത്ര പേഷ്യൻസ് ഉണ്ട്? എന്തായാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ പോയി ഒരു ചായ പിടിച്ചിട്ട് വരാം. എൻ്റെ വെള്ളം കൂടെ പോയി.